നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നതിൻ്റെ ഏറെ കൃപകൾക്കായ സ്തോത്രം. അത്യുന്നതനായ ആദ്യനും അന്ത്യനുമായ ചെറിയൊരു കൂട്ടമായ കർത്താവേ, സർവശക്തൻ്റെ മുമ്പിൽ, അത്യുന്നതൻ്റെ മുമ്പിൽ, ആദ്യനും അന്ത്യനുമായവൻ്റെ മുമ്പിൽ, ഞങ്ങളുടെ സ്നേഹിതനും ഞങ്ങളുടെ വീണ്ടെടുപ്പും ഞങ്ങളുടെ നീതീകരണവും ഞങ്ങളുടെ രക്ഷയുമായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ ഒരു കൂട്ടായ്മ നൽകിയല്ലോ. ചെറിയ കൂട്ടമേ എന്ന് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. നിന്റെ മൊഴികളെ കർത്താവെ അവസാനത്തോളം നിവർത്തിപ്പാൻ നീ ശക്തൻ തന്നെ. തിരുവായ്മൊഴി കൊണ്ട് അരുളിച്ചത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്നവൻ തന്നെ. വാദിക്കുന്ന ദുഷ്ടൻ്റെ ശക്തിയെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ ഛേദിച്ച് കളഞ്ഞുകൊണ്ട് നിന്റെ മുമ്പിൽ നിൽക്കാൻ കൃപ നല്ല കർത്താവ്, വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവനെ ആയിരിക്കും സ്തോത്രം. വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് നിന്റെ മഹിമാസന നിക്കളങ്കമല്ലാത്തവരെ ആനന്ദത്തിൽ നിർത്തുവാൻ നീ ശക്തൻ തന്നെ കർത്താവ്. തിരുവഴുത്തിൽ നാവിലെടുക്കാൻ കൃപ നൽകിയാട്ടെ. കേൾക്കുന്ന ചേരുടെ ചെവികൾ നീ പരിച്ഛേദന ചെയ്താട്ടെ കർത്താവ്. നിന്റെ അവകാശമായ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവ്, കെട്ടി അടച്ചിട്ടിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന കിണറായി നിൽപ്പം കർത്താവ് സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രക്തം കൊണ്ട് ഈ പരിസരങ്ങളെ, വ്യക്തികളുടെ തലമുറകളെ കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെ, അവിടെ തലമുറകളെ, വസ്തുവകളെ നിന്റെ പ്രായശ്ചിത്ത രക്തം കൊണ്ട് മുദ്രയിടുകയാണ്. ദുഷ്ടകന്ന് കർത്താവ് വിടിവെച്ചാട്ടെ, ദുഷ്പ്രവൃത്തി എന്ന് വിടിവെച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിനും നിന്റെ പ്രായശ്ചിത്വത്തിനുമായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ, വീണ്ടും വരുന്നവനായ കർത്താവ്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം അറിയിപ്പിക്കുകയാണ്. സ്തോത്രം. ഇങ്ങനൊരു കൂട്ടായ്മ കർത്താവ് നമുക്ക് നൽകി. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച് എന്നുള്ള വിഷയം. വളരെ ഡീപ്പായിരിക്കുന്ന വിഷയമാണ്. അതിൻ്റെ ഫൗണ്ടേഷനുകളായിരുന്നു നമ്മൾ ഏകദേശം ഒരു 60 വരെയുള്ള ക്ലാസ്സുകൾ എടുത്തത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേതെ പണിയാൻ തുടങ്ങിയപ്പോൾ തന്നെ വ്യൂവേഴ്സൊക്കെ കുറഞ്ഞു, കേൾക്കുന്നവരൊക്കെ കുറഞ്ഞു. ലൈവായിട്ട് കേൾക്കുന്നവർ പോലും വീണ്ടും കേൾക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ചുകൂടെ ആഴമായിട്ട്, അതായത് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണമെങ്കിൽ അത്യാവശ്യമായൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നതായിരുന്നു. ഉത്തമഗീതത്തിൽ നിന്ന് ചർച്ചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന കിണർ. ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. യജമാനനാണ് കെട്ടി അടച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള ഫലം ഡിഫൈലാകാൻ അവൻ സമ്മതിക്കുകയില്ല. അതിനാണ് അടച്ചിരിക്കുന്ന നീരുറവ. പുറത്തുനിന്നുള്ള യാതൊരു വിധത്തിലുള്ള സ്പ്രിങ്സും അതിനകത്ത് വരാതെ ആ നീരുറവയെ അടച്ചിരിക്കുന്നത്. ആ നീരുറവയിൽ നിന്നാണ് അതിനകത്തുള്ള ഫലവൃക്ഷങ്ങൾക്ക് വെള്ളം കോരി കൊടുക്കുന്നത്. അപ്പം ആ നീരുറവ കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഫലവൃക്ഷങ്ങളൊക്കെ കണ്ടാമിനേറ്റഡ് ആകും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ഇലക്ഷൻ നടന്നു. വൻ ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ UDF അധികാരത്തിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളുണ്ടായി. മുൻപേ മറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു മുഖ്യമന്ത്രി ആരാകണം. അതിനകത്തുള്ള വിഭാഗീയത വളരെ കൂടി കൊണ്ടതായിരുന്നു. പക്ഷേ രഹസ്യമായിട്ടിരുന്നു. ഭൂരിപക്ഷം കിട്ടുമെന്ന് വോട്ടെണ്ണി വന്നൊന്നില്ല. അതിക്ക് മുമ്പേ തന്നെ അതിൻ്റെ ഉള്ള അടികളികൾ തുടങ്ങി. പിന്നെ പല ഗുസ്തികൾ പലതും നടന്ന് ബഹുമാന്യനായ BD സതീശനെ മുഖ്യമന്ത്രിയായിട്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. ജനത്തിലെല്ലാം വളരെ സന്തോഷമായ കാര്യമായി. ജനപ്രതിനിധിയുള്ള നല്ല ഒരു രാഷ്ട്രീയക്കാരൻ. ഇതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ചിന്തിക്കുന്ന വിഷയവുമായിട്ട് ഞാൻ ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ തിമോത്തിയുടെ ലേഖനത്തിൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് അധികാരികൾക്കും രാജാക്കന്മാർക്കൊക്കെ വേണ്ടി സാധാരണ പ്രാർത്ഥനയല്ല, അഭയയാചനയും പക്ഷപാതവും നമ്മൾ വളരെ കഴിക്കണമെന്ന് പറയുന്നറിയാമോ? എന്തിനു വേണ്ടി അങ്ങനെ പറയുന്നത്? അവർ മറ്റ് സ്പിരിറ്റുകൾക്ക് അധീനരായി ദൈവഹിതത്തിന് എതിരായിട്ട്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിനെതിരായിട്ടും ദൈവജനത്തിനെതിരായിട്ടുള്ള ഭരണങ്ങൾ കൊണ്ടുവരാതിരിക്കത്തക്കവണ്ണം അധികാരികളെ ദുഷ്ടൻ വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാം.
വേൾഡിലെ അധികാരികൾ മാത്രമല്ല, ചർച്ചിനകത്ത് ലീഡർമാര്, പാസ്റ്റർമാര്, സെൻട്രൽ പാസ്റ്റർമാര്, ഡിനോമിനേഷൻ ചർച്ചുകളുടെ ലീഡർഷിപ്പിനെ എടുത്ത് കഴിഞ്ഞാൽ അവരുടെ കീഴിലുള്ള എല്ലാവരും തന്നെ കണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പറഞ്ഞത് കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം. ഇതിന്റെ ഉത്തരവാദിത്തം കർത്താവല്ല നോക്കുന്നത്. ഏദൻ തോട്ടത്തിലേക്ക് ചിന്തിച്ച് നോക്കാം. ഏദൻ തോട്ടത്തില് മനുഷ്യരെ ആക്കി അവനാവശ്യമുള്ള നല്ല ഫലം കായ്ക്കുന്ന വിത്തുള്ള വൃക്ഷങ്ങളെയൊക്കെ ദൈവം തന്നെ ഭൂമിയിൽ നിന്ന് ഉത്പാദിപ്പിച്ചു. അവനാവശ്യമുള്ള ആകാരം എന്താണെന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. നല്ല തോട്ടമുണ്ടാക്കി. എന്നിട്ട് അവനെ അവിടെ ആക്കിയിട്ട് പറഞ്ഞ 2 കാര്യമായിരുന്നു. ഒന്ന്, തോട്ടത്തിൽ വേല ചെയ്യുവാനും. വേല ചെയ്യുന്ന വാക്കിന് ഹീബ്രു വാക്ക് എഴുതിയിരിക്കുന്നത് അവാദ്. അവാദ് AW അവാദ് എന്നൊരു വാക്കാണ്. ടു സെർവ് ഗാഡ്, ടു സെർവ്. അവിടെ ഇന്ന് കാണുന്ന മാതിരി മുള്ളും പറക്കാരെയുമില്ല. അതൊക്കെ ശാപത്തിന് ശേഷം വന്നതാണ്. നല്ല ഫലം കായ്ക്കുന്ന വിത്തുള്ള വൃക്ഷങ്ങളൊക്കെ ദൈവം തന്നെയാണ് നട്ടുതനപ്പിച്ചത്. അവന് എന്ത് ആവശ്യമുണ്ട്, അവൻ്റെ മുന്നോട്ടുള്ള പദ്ധതിക്ക് എന്ത് ആവശ്യമുണ്ടോ ഒക്കെ ദൈവം കണ്ടു. പിൽക്കാലത്ത് ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല. അവൻ തക്കതായ തുണയും ദൈവപ്രകാരം തുണയും കൊടുത്തു. പക്ഷേ തോട്ടത്തെ കാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഈ മനുഷ്യരിൽ നിക്ഷിപ്തമായിരുന്നു. അപ്പൊ തോട്ടത്തെ കാക്കേണ്ട ആവശ്യകത എന്താ ഉള്ളത്? ഒരു ശത്രു ഇല്ലെങ്കിൽ തോട്ടത്തെ കാക്കേണ്ട ആവശ്യകതയില്ല. അപ്പൊ അവിടെ ഒരു ഹിഡൻ മീനിങ് ഉണ്ട്. വരികൾക്കിടയിൽ വായിക്കാന്ന് പറയും. അതായത് തോട്ടത്തിൽ വേല ചെയ്യുക, ടു സെർവ് ഗാഡ്. അതേ സമയത്ത് തോട്ടത്തെ കാക്കുവാനുള്ള ഉത്തരവാദിത്വം ആദാമിന്റെ കയ്യിലായിരുന്നു. അവിടെ നഷ്ടപ്പെട്ട രക്ഷയാണ് ആ കെരൂബിനെ അവരെ പുറത്താക്കിയിട്ട് കെരൂബിനെ തിരിയുന്ന ജാലിയോടുകൂടെ വാളുമായിട്ട് ഏൽപ്പിച്ച്, അതായത് ഒരു പ്രായശ്ചിത്തം കൂടാതെ ആരെങ്കിലും അതിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അവൻ വാളിന് വെട്ടുവീഴും. ആ വാള് സ്വമേധയെ തന്നിൽ ഏറ്റെടുത്തുകൊണ്ടാണ് യേശു ക്രിസ്തു അവന് വിശ്വസിക്കുന്നവർക്ക് ആ ദൈവ രാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തന്നത്. അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതിക്ക് മാറ്റമില്ല. ഇപ്പോൾ തോട്ടം കാക്കേണ്ടത് ഏതും തോട്ടമല്ല കാക്കേണ്ടത്, നമ്മെ തന്നെ കാക്കുക. ദൈവത്തിന് ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരം. നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ അത് നശിപ്പിച്ചാൽ ദൈവം തന്നെ നശിപ്പിക്കും. അപ്പൊ ഇതിനെ കാക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇതൊക്കെയാണ് കുറച്ചും കൂടി ലളിതമായ ഭാഷയിൽ പറയുന്നത് തോട്ടം. കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ. ഇതിനകത്ത് വരേണ്ട, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാര്, ഇതിനകത്ത് വരേണ്ടതായിട്ടുള്ള നീരുറവ അല്ലെങ്കിൽ സ്പ്രിങ് എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്നുള്ള ആലോചന ആയിരിക്കണം. മാനുഷികമായ ആലോചന വേണ്ട, സെൽഫിന്റെ ആലോചന വേണ്ട. ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ, വീണുപോയ മനുഷ്യനെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കുക, അല്ലെങ്കിൽ ലോകത്തെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കുക എന്നൊരു ഡ്യൂട്ടിയാണ് എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഉള്ളത്. അതിനിപ്പോ പ്രത്യേകിച്ച് പാസ്റ്റർമാരൊന്നുമില്ല. അപ്പൊ ആദ്യമേ നമ്മുടെ വേലി കാത്തില്ലെങ്കിൽ നീരുറവ, അടച്ചിരിക്കുന്ന നീരുറവിൽ ഉയരത്തിൽ നിന്നുള്ള സ്പ്രിങ് മാത്രമേ വരൂ. ഇടയ്ക്കുള്ള സ്പ്രിങ്സ് ഒന്നും വന്ന് കയറാതെ സൂക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇത് മുദ്രയിട്ടിരിക്കുന്ന കിണറാ, ആർക്കും കോരി കൊടുക്കാനുള്ളതല്ല. യജമാനറിയാം ഇത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന്. മുത്തെടുത്ത് പന്നിക്ക് ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്താൽ ആദ്യം തന്നെ ആ നീ കൊടുക്കുന്ന മുത്തുകൊണ്ട് തന്നെ നിന്നെ കീറും. അപ്പൊ ഞാൻ ഇത്ര പറയാൻ കാരണം, ഞാൻ ചെറിയൊരു സ്ലൈഡ് കാണിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തുള്ള പത്മനാഭ ടെമ്പിളിലേക്കാണ്. അവിടെ നിങ്ങൾ നോക്കണം, അവിടെ പ്രവേശിക്കുമ്പോൾ ഡ്രസ്സൊന്നും മാറാൻ പാടില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, അയ്യോ മുഖ്യമന്ത്രി അവിടെ പോകരുന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ അമ്പലത്തിലേക്ക് കടക്കുന്നതിന് ആവശ്യമായ ഡ്രസ്സിങ്ങിന്റെ കാര്യമുണ്ട്, ഡ്രസ് കോഡ് ഉണ്ട്. അവിടെ ഷർട്ട് ധരിച്ചൊന്നും പോകാൻ സാധ്യമല്ല. പക്ഷേ കുറച്ച് വീഡിയോയും കുറച്ചുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഉള്ള ഡ്രസ് കോഡ് മാറ്റിയിട്ട് അത് കഴിഞ്ഞ് തന്നെ ജൂബ എടുത്ത് തന്നെ ഷർട്ട്, സാധാരണ ഷർട്ട് ധരിക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കണം വീഡിയോയിലേക്ക്. എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ അധികാരികൾക്കെതിരല്ല. നമ്മൾ ഇന്നലെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. ഇദ്ദേഹം അടുത്ത കുമ്പനാട് കൺവെൻഷന് കറുത്ത ബൈബിളും പിടിച്ച് വെള്ളം മുണ്ടും വെള്ള ഷർട്ടും വിട്ട് വരും. വേണമെങ്കിൽ ഒരു പ്രൊഫസി ആയിട്ട് കൂട്ടിക്കോ.
നല്ലൊരു പ്രസംഗങ്ങൾ വെടി സതീശ് നല്ലവണ്ണം പ്രസംഗിക്കാൻ അറിയാം. അനേക കൂട്ടായ്മകളിൽ പോയിട്ട് ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ? വോട്ട്. ദൈവസഭ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ഒക്കെയും തന്നെ നിയമിക്കുന്നത് ദൈവസഭയാണ്. നീ രാഷ്ട്രീയത്തിൽ പങ്കെടുത്തിട്ട് വേണ്ട, നീ വോട്ട് ചെയ്തിട്ട് വേണ്ട. വോട്ട് ചെയ്യരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വോട്ട് ചെയ്യരുതെന്നല്ല. നിനക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള അവകാശം നീ നല്ലപൂർവ്വം നിന്റെ മനസ്സാക്ഷിക്ക് യോഗ്യമായ രീതിയിൽ നീ ഉപയോഗിക്കണം. സ്തോത്രം. പക്ഷേ ദൈവസഭ എന്ന് പറയുന്നത് കെട്ടി അടച്ചിരിക്കുന്ന തോട്ടമാണ്. സ്തോത്രം. അപ്പൊ നാം പറഞ്ഞു വന്നത്, ദൈവസഭ എന്ന് പറഞ്ഞാൽ കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന കിണർ. ഈ വ്യവസ്ഥയിൽ നിന്ന് അല്പമെങ്കിലും എവിടെയെങ്കിലും മാറിയാൽ പിന്നെ ക്രിസ്തു അതിനകത്ത് വസിക്കയില്ല. തലയില്ലാത്ത മനുഷ്യ ശരീരം എപ്രകാരമാണോ അത് തന്നെയാണ് തലയില്ലാത്ത ദൈവസഭ, ക്രിസ്തുവില്ലാത്ത സഭ. തലയില്ലാത്ത മനുഷ്യ ശരീരം കുറച്ചു നേരമൊക്കെ കണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് ചീർക്കും. ചീർത്ത് കഴിഞ്ഞാൽ അത് നാറാൻ തുടങ്ങും, പിന്നെ അത് പുഴുവരിക്കും, പിന്നെ അതില്ലാതെ ഒരു മണ്ണിനോട് ചേർന്ന് കുറച്ച് നോക്കിയാൽ കുറച്ച് അസ്ഥികൾ അവിടെ കാണാം. ഇന്ന് പെന്തിക്കോസ്ത് ഗോളത്തിനകത്ത് ഇതാ സംഭവിച്ചിരിക്കുന്നത്. കെട്ടിയടച്ചിരിക്കുന്ന തോട്ടത്തിന് കെട്ടിയടച്ച് സൂക്ഷിക്കാൻ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്ന ഏതോ തോട്ടത്തിൽ മനുഷ്യന്റെ കയ്യിലായിരുന്നു ഉത്തരവാദിത്വം. ദൈവത്തിന് ഒരു കെരൂബിനെ കാവൽ നിർത്തിയാൽ മതിയായിരുന്നു. ഒരു പാമ്പ് അവിടെ, സേറ്റാൻ അവിടെ കടന്നു വരില്ല. പക്ഷേ ആദാം ഹവയും നീ ശബ്ദം കേൾക്കുന്ന നാം ഓരോരുത്തരും ഒരു മോറൽ ഏജൻസ് ആണ്. ഡിവൈൻ ഗവൺമെന്റ്, ദൈവരാജ്യം മോറൽ ലോയിലാണ്, ഫിസിക്കൽ ലോ അല്ല. ഇത് ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലരും വിശ്വാസത്തെ വ്യതിചലിച്ചിരിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് മോറൽ ലോയിൽ നിൽക്കുന്നതാണ്. മോറൽ ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫ്ലുവൻസ് തരിക. മോറൽ ഗവൺമെന്റിനകത്തെ പ്രജകളാണ് ദൈവം, ദൂതന്മാർ, മനുഷ്യർ. ഇത് ആദ്യമേ മനസ്സിലാക്കാം. ദൈവം, ദൂതന്മാർ, മനുഷ്യർ, ഇവർ തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തുവാൻ തക്കവണ്ണം അതാത് സമയത്ത് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നൽകുന്ന പ്രേരണയാണ് ഡിവൈൻ ലോ, ദ ലോ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ വേദപുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേ വാക്യൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ദൈവം ഒരു കെരൂബിനെ അവിടെ കാവൽ നിർത്താതിരുന്നത്. അത് ഫിസിക്കൽ ലോയായി. ആദാമിന് ഹവ്വ മോറൽ ഏജന്റ് ആയിരിക്കുമ്പോൾ അവർക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. ഒരു കൽപ്പന കൊടുത്തു, തോട്ടത്തിന് സകല വൃക്ഷത്തിനെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. അത് ദൈവം തന്നെ മുളപ്പിച്ചു കൊടുത്തു. അപ്പൊ തിന്നാനുള്ള ആപ്പിറ്റൈറ്റ് ദൈവമാണ് കൊടുത്തത്. ആ ആപ്പിറ്റൈറ്റിനെ റോങ് വേയിൽ യൂസ് ചെയ്തു. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളെ നീ മരിക്കും. അപ്പൊ തിന്നാനുള്ള ആപ്പിറ്റൈറ്റ് കൊടുത്ത അതേ ദൈവം ആ ആപ്പിറ്റൈറ്റിനെ ദൈവ കൽപ്പനയെ ലംഘിക്കാൻ മിസ്യൂസ് ചെയ്തു. തോട്ടത്തെ കാക്കാൻ ഉത്തരവാദിത്വം ആദാമിന്റെ ഹവ്വയുടെ കയ്യിലായിരുന്നു. ഇതേപോലെ ദൈവസഭയിൽ ഓരോ അവയവത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ എൻ്റെ സോൾ കാക്കണം. എൻ്റെ ഇന്റലക്റ്റിലേക്ക് വരുന്ന എല്ലാ ഇൻറ്റ്യൂഷൻസിനും ഞാൻ ചെവി കൊടുക്കേണ്ടവനല്ല. ദുഷ്ടന്റെ തീയമ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ചരമറിയാണോ? നമ്മുടെ ചിന്തയിൽ വരുന്ന തോട്ട്സ് തന്നെയാണ്. ദൈവവചനത്തിനും ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും എതിരായിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ, ഉപദേശങ്ങൾ വരുമ്പോൾ, വിഷ്വൽ കാര്യങ്ങൾ വരുമ്പോൾ നീ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാനുള്ളവനാണോ അല്ലയോ എന്ന് നീ തന്നെ സൂക്ഷിക്കണം. ദൈവസഭയെ നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷക്തരായ ദൈവദാസന്മാരുണ്ട്. അതേ സമയത്ത് ദൈവം തന്നെയാണ് ഫിസിക്കൽ ഗവൺമെന്റിനെ പരിപാലിക്കുന്നത്. രാജാക്കന്മാരെ നിയമിക്കുന്നതും മാറ്റുന്നതും അധികാരികളെ മാറ്റുന്നതും നിയമിക്കുന്നത് ദൈവസഭയാണ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ, സകലത്തിനും മീതെ, സകലത്തെയും കാൽ കീഴെ, സകലത്തിനും മീതെ തലയാക്കി സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാണ് ദൈവസഭ. എല്ലായിടത്തും കൈയടിച്ച് അല്ലേലിയ സ്വോത്രം പറയുന്നിടത്തൊന്നും സൂത്രമായി തീരുള്ളൂ. ക്രിസ്തു വസിക്കണമെങ്കിൽ അടച്ചിരിക്കുന്ന തോട്ടമായിരിക്കണം. കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം. യജമാന കെട്ടിയടയ്ക്കുന്നത്.
ഒരു ഉത്തരവാദിത്വം തന്നിരിക്കുന്നത്. അതിനുവേണ്ടി ശുശ്രൂഷകന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്. തൻ്റെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ ജാഗരിച്ചുകൊണ്ട് ഏതെങ്കിലും വഴിക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ജാഗരിച്ചുകൊണ്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. എന്താ അവരൊന്നും ദൈവമക്കളല്ലയോ? ഇങ്ങനെ പലതും പറഞ്ഞു വരും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ച് റിവ്യൂക്ക് ചെയ്ത് സംസാരിക്കുന്നത്. ഈ നിങ്ങളുടെ ആത്മാവിന് വേണ്ടി വില കൊടുത്തത് ഈസ് ഈക്വൽ ടു ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു ദിവസം അവിടെ ചോദിക്കും, നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാവ് എവിടെ? എവിടെ? അതുകൊണ്ട് ചില സമയത്ത് ഷാർപ്പായിട്ട് സംസാരിക്കേണ്ടി വരും. സ്തോത്രം. എന്നേക്കാൾ അധികമായിട്ട് അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യരാത്മാ സാധ്യമല്ല. എന്നേക്കാൾ അധികമായിട്ട് ഭാര്യ കുഞ്ഞുങ്ങൾ സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യരാത്മാ. ഇതെന്ത് മാസ്റ്റർ, ഇതെന്ത് ഉപദേശമാ? കുടുംബം കലക്കുന്ന ഉപദേശമോ? ഇത് കഠിന ഉപദേശം. പോകുന്നേരെന്നറിയാമോ? നിന്റെ സോള് എവിടേക്കാ? ഈ ഭൂമിയിൽ അത് കഴിഞ്ഞ് സോൾ സ്ലീപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. ഒന്നുമില്ല, ഇത് കഴിഞ്ഞ് അങ്ങ് പോയി. അങ്ങനെ അധികം കുഴപ്പമൊന്നുമില്ലായിരുന്നു. നേരെ പോകുന്നത് പാതാളത്തിലേക്ക്. നിന്റെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ സൃഷ്ടിതാവ് തന്നെ പോയി നിനക്ക് ശിക്ഷാനുഭവിച്ച് നീ തള്ളിക്കളഞ്ഞാൽ അവിടെ പിന്നെ മാനസാന്തരമില്ല. പിന്നെ മാനസാന്തരത്തിന് വഴിയില്ല. തന്നെ നീ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണുകയും നിനക്ക് രക്ഷയിലേക്ക് നടത്താൻ നിന്നെ അടുത്ത് വന്ന് നിനക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്ത കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചാൽ പിന്നെ അവന് രക്ഷയില്ല. ഞങ്ങൾ തൊണ്ട കീറുന്നത് അറിയാമോ? ഈ ശരീരത്തിൽ വിട്ടതിന് ശേഷം പണിയൊന്നുമില്ല. ഈ ശരീരത്തിന് വിടുന്നതിന് മുമ്പേ വല്ലവിധേനെ ഒരുവരെ രക്ഷിച്ച് അകത്ത് നിർത്താൻ പറ്റുമോ? ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടത്തിൽ അകത്ത് നിർത്താൻ പറ്റുമോ? ഇനി ഈ നീരുറവയ്ക്കകത്ത് വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സ്ട്രീം വന്നു, എന്താ അതിനായിരിക്കും ഈ മലവൃക്ഷങ്ങൾക്കെല്ലാം കോരി കൊടുക്കുന്നത്. കണ്ടില്ലേ അവിടെ കുമ്പനാട് പ്രസംഗിച്ചത്? ഒരു അടൂർ എന്നോട് പിറവങ്കാര ഉപദേശി, വലിയ ഉപദേശിയാ, ലോകമെമ്പാടുകളുടെ ഉപദേശം പറഞ്ഞിട്ട് ഉപദേശിയാ. തൃശ്ശൂർ തുടങ്ങി തിരുവനന്തപുരം വരെ ഇനി കേരളം ഭരിക്കുന്ന ആരാണ് തീരുമാനിക്കുന്നത്? ബന്ദിക്കോസ് സഭയായിരിക്കും. എല്ലാവരും അല്ലേലിയ പറഞ്ഞതും അവനിൽ കൂടെ കയറിയ സ്പിരിറ്റ് അകത്ത് കടന്നു. അവനെന്തിനാ പറഞ്ഞത്? കയ്യടി കിട്ടണം. ചില രാഷ്ട്രീയക്കാരുമായിട്ട് ചില ബന്ധം ഉണ്ടായിരിക്കാം. കെട്ടിയടച്ചിയ സൂക്ഷിച്ചവൻ തന്നെ അവന്റെ വാതിൽ തുറന്നു കൊടുത്തു. അവനെ കൂടെ ദുഷ്ടാത്മാവ് കയറിയോ നല്ലേലിയ പറഞ്ഞവനെല്ലാം കിട്ടി. ഇനി ആര് നീക്കും? ആര് പറച്ചു കളയും? ആ കൃപയുള്ള ദേവദാസന്മാരുടെ വന്ന് ശാസിക്കേണ്ട, യു ആർ എ ഫ്രീ മോറൽ ഏജന്റ്. നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു നിന്റെ തോട്ടം സൂക്ഷിപ്പാൻ. പിറവങ്കാര, നീ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് നിന്റെ ജീവനെ കളഞ്ഞെങ്കിൽ ഇങ്ങോട്ട് വേണ്ട. നിന്റെ സാമ്പാറും നിന്റെ പുളിച്ചേരിയും ഇങ്ങോട്ട് വേണ്ട. ഇത് കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമാ. എന്റെ പ്രാണന്റെ ആത്മാവിൽ വില കൊടുത്ത് ഒരുവനുണ്ട്. ഞാനൊരു ഉത്തരവാദിയാ. ഞാൻ നോക്കിയത് എന്റെ പ്രാണന്റെ ആത്മാവ്. എന്നേക്കാൾ അധികമായിട്ട് പാസ്റ്ററെ സ്നേഹിച്ചാലും പോക്കാം. ഇത് കുറച്ച് ഷാർപ്പ് വേർഡ്സ് ആണ്. വ്യൂവേഴ്സ് ഒന്നും വേണ്ട. വ്യൂവേഴ്സിന് വേണ്ടിയിട്ടല്ല ഇത് റെക്കോർഡ് ചെയ്യുന്നത്. വല്ലവനെ കേട്ട് രക്ഷ പ്രാപിച്ചിരിക്കുന്ന നല്ലതായിട്ടെന്ന് കരുതി. ഇത് യജമാനന്റെ തോട്ടം. വില കൊടുത്തവനെ ജാഗരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അഗ്നിജ്വാലയ്ക്കത്തോണം കണ്ണുള്ളവനാ. അതേ സമയത്ത് തന്നെ ന്യായവിധിക്കാനുള്ള മാറത്ത് പൊൻകച്ചിയും കെട്ടിയിട്ടുണ്ട്. അവരോട് കൂടെ നിൽക്കുന്ന ദൈവദാസന്മാർക്ക് അങ്ങനെ തന്നെയാ. ന്യായം വിധിക്കാം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നിങ്ങളുടെ ആരുടെ പാപം നിർത്തുന്നുവോ അത് നിർത്തിയിരിക്കും. നിങ്ങളുടെ ആരെ പാപം ക്ഷമിക്കുന്നു അത് ക്ഷമിച്ചിരിക്കും. ഇതൊന്നും പ്രൗഢിയായിട്ട് പറയുന്നതല്ല. വല്ലവിധേന ഒരു ആത്മാവിനെ ഇതിൻ്റെ ഉള്ളിൽ നിർത്താൻ സാധിക്കുമോ? ഇനി സീരിയസ് ആയിട്ട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഇത് പറഞ്ഞു ഒടുവിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കീപ്പപ്പ് ചെയ്തിട്ടാണ് പറയേണ്ടത്. ഒടുവിൽ സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. ഫൈനലി മൈ ബ്രദർ എന്ന് വിളിക്കുന്നത് ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. ഇത് ഞാൻ വേണ്ടത്ര ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വേണ്ടത്ര. മരണം മുഖാമുഖം വന്നാൽ, ഹേ മരണം, നിന്റെ ജയം എവിടെ? നിന്റെ ജയത്തിനൊരു പാപമായിരുന്നു. പാപത്തിന് പരിഹാരമായി തീർന്നവനാണ് എന്റെ കർത്താവ് വസിക്കുന്നവൻ. മരണത്തെ ജയിച്ച് ഉയർത്തെന്നേറ്റവനാണ് എണ്ണിൽ ഉയർത്തെന്നേറ്റിരിക്കുന്നത്. മരണം നിനക്ക് എവിടെ? സർട്ടിഫിക്കറ്റ് എവിടെയാ? എവിടെയാ നിനക്ക് സോഴ്സ് ആയിരിക്കുന്ന പാപം?
പാപത്തിന്റെ പ്രായശ്ചിത്തം നടത്തി കഴിഞ്ഞു. അവനനുസരിച്ചേ പറ്റുള്ളൂ. മരണം എന്ന് പറയുന്ന അവസ്ഥയല്ല, മരണം ഒരു ദൂതനാണ്. ഇതെന്തൊരു ഉപദേശമാ? കർത്താവിനെ അങ്ങ് വിശ്വസിച്ചാൽ പോരെയോ? വിശ്വസിച്ചാൽ മതി. യാക്കോബ് തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പിശാചുക്കൾ അങ്ങനെ വിശ്വസിക്കുന്നു. നീ വിശ്വസിക്കുന്നുണ്ട്, അവരും വിശ്വസിക്കുന്നുണ്ട്. വാട്ട് ഡിഫറൻഷിയേറ്റ് യു ഫ്രം ദ ഡെവിൾസ്? നിന്നെ ദുഷ്ടന്മാർ പിശാചുക്കളിൽ നിന്ന് വേർതിരിക്കുന്ന എന്താ? നിന്നെ ക്രിസ്തു വസിക്കുന്നുണ്ടോ? ആ ക്രിസ്തുവിനെയാണോ നീ അനുസരിച്ച് നടക്കുന്നത്? മറ്റൊന്നിനെ നോക്കേണ്ട. നിന്റെ വ്യക്തിപരമായ സോളിന്റെ അവസ്ഥ എവിടെയാണ്? മറ്റൊരുവിനെ വേണമെങ്കിൽ പ്രീതിപ്പെടുത്താൻ നിനക്ക് അവരോട് കൂട്ടിയാൽ സംസാരിക്കാം. പോകുന്നത് നിന്റെ സോളായിരിക്കും, നിന്റെ വ്യക്തിപരമായ സോള്. ആരും അത് ഉത്തരവാദിത്തമല്ല. എന്തുകൊണ്ട് നിന്റെ സോൾ എങ്ങനെ നഷ്ടപ്പെട്ടു? അതാണ് കല്യാണ വസ്ത്രം നഷ്ടപ്പെട്ടെ കൊണ്ട് പറയുന്നത്. ക്ഷണിക്കപ്പെട്ട് വരാതിരുന്നപ്പോൾ തെരുവുകളും തെരുവോണുകളിലേക്ക് പോയിട്ട് കണ്ടവരൊക്കെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കണ്ടവരൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് രാജാവിന്റെ വിവാഹത്തിന് വന്നപ്പോൾ, രാജാവിന്റെ മകന്റെ വിവാഹം നടക്കുകയാണ്. വിവാഹത്തിന് രാജാവിന്റെ പ്രൗഢിക്കൊത്തര വസ്ത്രമാണ് കൊടുത്തത്. തെരുവിൽ കിടന്നവന് ചീഞ്ഞു നാറുന്ന വസ്ത്രമായിരുന്നു, കുഷ്ഠം പിടിച്ച വസ്ത്രമായിരുന്നു. അതെല്ലാം മാറ്റിക്കളഞ്ഞ് രാജാവിന് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്ത് രാജകീയ പ്രൗഢിക്കത്തുള്ള രക്ഷാവസ്ത്രവും കൊടുത്തു. കൂടിയിരിക്കുന്നവരാരും അറിഞ്ഞില്ല. കൂടെ കത്രുമേശ എടുത്തു, കൂടെ പാട്ടുപാടി അല്ലി ഭാഷ പറഞ്ഞു. നല്ല സോഷ്യൽ മീഡിയയിൽ നല്ല ലൈക്കുകൾ കിട്ടി. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ എന്താ പറയുക വ്യൂവേഴ്സ് ഉണ്ട്. ഈ ദിവസങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ പാസ്റ്റർമാരുടെ പേയും മെസ്സേജുകൾ വരുമ്പോൾ ഇത്രയൊക്കെ വ്യൂവേഴ്സ്, ഇത്ര ലൈക്സ് എന്ന് പറഞ്ഞാൽ വരുന്നത്. ആരാ നിനക്ക് ലൈക്ക് തരുന്നത്? നിനക്ക് കർത്താവിന്റെ പ്രശംസ വേണോ, കേൾവിക്കാരുടെ പ്രശംസ വേണോ? അതൊക്കെ ബിസിനസ് ചെയ്തവരെ നോക്കുന്നത്, പൈസയ്ക്ക് വേണ്ടി യൂട്യൂബ് ഇടുന്നവര്. എന്നാൽ യജമാനൻ കടന്നു വന്നപ്പോൾ നേരെ കണ്ടുപോയത് അവന്റെ അടുത്തേക്ക്. അടുത്തിരിക്കുന്നവന് പോലും മനസ്സിലായില്ല പിന്നെ കല്യാണ വസ്ത്രം പോയെന്ന്. കൂടെ കർത്തൃമേശിരിക്കുന്നവന് പോലും മനസ്സിലായില്ല കല്യാണ വസ്ത്രം നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുന്നത്, രക്ഷാവസ്ത്രം നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അറിയാമോ? അടച്ചിരിക്കുന്ന തോട്ടം, കെട്ടി അടച്ചിരിക്കുന്ന തോട്ടത്തിനകത്ത് വേരി കൊണ്ടു കൊടുത്തു. അടച്ചിരിക്കുന്ന നീരുറവയ്ക്ക് വേറെ സ്ട്രീം വരെ അനുവദിച്ചു കൊടുത്തു. പിറവങ്കാർ ഉപദേശിച്ചു വന്നാലും, കുമ്മനാട് കൺവെൻഷനിൽ കേട്ടാലും, മുളക്കര കൺവെൻഷനിൽ കേട്ടാലും ഈ വെള്ളം ഇങ്ങോട്ട് വേണ്ട, ദൂരത്തു നിന്നുള്ള വെള്ളം മതി, എന്നെ അടിച്ച പാറയിൽ നിന്നുള്ള വെള്ളം മതി, യാഗപ്പെടുത്തുന്ന അഗ്നി മതി, ദൂരത്തു നിന്നുള്ള ശക്തി മതി, എനിക്ക് കൃപ മതി, എനിക്ക് നിന്റെ വെള്ളം അവിടെ ഇരിക്കട്ടെ. പിറവത്തുനിന്ന് വന്നാലും മുളക്കരയിൽ നിന്ന് വന്നാലും കുമ്പനാടുന്ന് വന്നാലും അവിടെ ഇരിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനാത്മാവിൻ്റെ രക്ഷ ഉത്തരവാദിത്വം എന്നെയാണ് വരമേൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ കാക്ക സ്വർഗീയ ദൂതന്മാരുണ്ട്. ഈ തലമുണ്ടയ്ക്കകത്ത് വരുന്ന ഇൻഡ്യൂഷ്യസിനെ ചേർക്കാൻ പരിശുദ്ധാത്മാവിന് തന്നിട്ടുണ്ട്. കർത്താവെ എന്നെ കൊണ്ട് പറ്റുന്നില്ല വിവേചിക്കാൻ. ആസ്കിയും ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നോട് പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കുന്നവർ എത്ര അധികം. ഇന്നത്തെ പ്രസംഗികൾ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് യാചിക്കുന്നവർ കിട്ടുക കിട്ടും കിട്ടും, മുട്ടിക്കോ മുട്ടിക്കോ മുട്ടിക്കോ, 1 വെച്ചാൽ 10, 1 വെച്ചാൽ 10, മുട്ടിക്കോ. ഇതൊക്കെ സാത്താന്റെ അഭിഷേകത്തിനാണെന്ന് തിരിച്ചറിയുന്നതും കാലം വേണം. ഞാനിത് പറയാൻ പോരണം. ഇന്ന് പലർക്കും കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒന്ന് തച്ചുടയ്ക്കാനാണ് ഇതൊക്കെ ഇത്ര ഷാർപ്പായിട്ട് സംസാരിക്കുന്നത്. തച്ചുടയ്ക്കാൻ. നമ്മുടെ കർത്താവിന്റെ സിംഹാസനം അവൻ മറ്റൊന്നുമായിട്ട് ഷെയർ ചെയ്യുന്നവനല്ല, നിന്റെ ഉള്ളിലുള്ള ഫ്ലഷുമായിട്ട്, നിന്റെ സ്വാർത്ഥതയുമായിട്ട്. ഫ്ലഷ് എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നില്ല. നിന്റെ സ്വാർത്ഥതയുമായിട്ട് ഷെയർ ചെയ്യുന്നവരല്ല. നിന്റെ പിതാവിന് നിനക്ക് ഏത് നല്ലതെന്ന് നല്ലവണ്ണം അറിയാം. ലീവ് ടു ഹിം. നിനക്ക് തരുന്നതിന് സ്തോത്രത്തോടെ അനുഭവിക്കുക. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഷ്ടതയാണെങ്കിൽ കർത്താവേ സ്തോത്രം, നീ നല്ലതിനെ തരുന്നത്. ദൈവരാജ്യത്തിന്റെ ബേസിക് പ്രിൻസിപ്പിളാണ് ഡു ഗുഡ്. നീ ആരെ സ്നേഹിക്കുന്നോ അവന് നല്ലതെന്ന് കണ്ട് അത് ചെയ്തു കൊടുക്കുക. ദാറ്റ് ഇസ് വാട്ട് അഗാപ്പെ ലവ്. ദൈവം അതൊന്നും സ്വഭാവം തെറ്റിക്കുന്നവനല്ല. സ്തോത്രം. ഞാൻ ഇത്രയും ഷാർപ്പായിട്ട് പറയുന്നത് കരുതിയതല്ല. ഇത്തരം രാഷ്ട്രീയക്കാരൊക്കെ നാളെയും ഇന്ന് പുതിയൊരു ട്രിക്കാണ്. അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറച്ച് കേരളത്തിൽ കൂടി ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി തുടങ്ങിയതാണ് തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ട് കേക്ക് മുറിച്ചത് ക്രിസ്മസിന്.
ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ ക്രിസ്മസിന്. അപ്പോഴേ മനസ്സിലായി കണ്ണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വശീകരിക്കുകയാണെങ്കിൽ കുറച്ച് പെന്തിക്കോസ്ത് പാസ്റ്റർമാർ ഇവിടെ മൂന്നാറിൽ അവിടെ കൊണ്ടുപോയിട്ട് വലിയ പാർട്ടിയൊക്കെ കൊടുത്തു. അതെല്ലാം പൊളിഞ്ഞു പോയി. രഹസ്യമായിട്ട് ചെയ്തു, പക്ഷെ അത് പരസ്യമായി തീർന്നു. അവിടുന്ന് പഠിച്ചു, വിശ്വാസിയെ ക്രിസ്തു വസിക്കുന്ന മന്ദിരമായിരിക്കുന്ന ദൈവസഭയുടെ അവയവം നിന്റെ തോട്ടത്തെ കാക്കേണ്ട ഉത്തരവാദിത്വം നിന്റെ കയ്യിലാണ്. നിനക്കതിനു വേണ്ടി പരിശുദ്ധാത്മാവിന് തന്നിട്ടുണ്ട്. നിന്റെ തലമണ്ടയ്ക്കകത്ത് വരുന്ന ഇൻഡ്യൂഷൻസ്, പ്രേരണകളെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല. മനസ്സിലാക്കണം, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണെങ്കിൽ അതിന് റിജക്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. നിന്റെ അപ്പം നുറുക്കി തരുന്ന പാസ്റ്റർ തന്നെയാണെങ്കിലും, പാസ്റ്റർ ഈ പരിപാടി ഇവിടെ വേണ്ട, എൻ്റെ പ്രാണനും ആത്മാവിനും ഒരു ഉത്തരവാദിത്തമുണ്ട്, ഇത് വലിയ വില കൊടുത്തതാ, ഇതിനു വേണ്ടി വില കൊടുത്തവൻ എൻ്റെ സൃഷ്ടിതാവായ ദൈവം തന്നെയാണ്. ചെറിയ വിലയെല്ലാം കൊടുത്തത്. നിങ്ങൾ ആ വിലയ്ക്കൊന്ന് മാനം കൊടുത്ത് നോക്ക്, നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുന്നൊരു ദൈവത്തെ കാണാം. അനുഭവിക്കാതല്ല ഞാൻ പറയുന്നത്. കഷ്ടതയുടെ തീച്ചുളയുടെ മുമ്പിൽ, നിന്നകളി പരിഹാസത്തിൻ്റെ ഒറ്റപ്പെടുത്തൻ്റെ റിജക്ഷൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഒരു കണ്ണ് തുറക്കട്ടെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് പേരുടെയെങ്കിലും കണ്ണ് തുറന്നാൽ, അധികം പേരൊന്നും വേണ്ട, കർത്താവിന് പ്രവർത്തിക്കാൻ അധികം പേര് വേണ്ട, 2-3 പേർ. എൻ്റെ വിശ്വാസ ഗോളത്തിൽ ആരംഭത്തിലേ തുടങ്ങി റിജക്ഷൻസ് ചെയ്യാൻ വേണ്ടത്ര അനുഭവിച്ചിട്ടുള്ളതാ. പക്ഷെ കർത്താവ് റിജക്റ്റ് ചെയ്തിട്ടില്ല. മനുഷ്യർ റിജക്റ്റ് ചെയ്യും, പക്ഷേ നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ജീവന കർത്താവ് റിജക്റ്റ് ചെയ്യില്ല. സ്തോത്രം. എൻ്റെ വലം കൈ പിടിച്ച് നടത്തും. ഏത് തീച്ചോടയുടെ മുമ്പിലും, ഏത് കൊടുങ്കാറ്റിന് പോലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ താങ്ങും. പ്രാർത്ഥിക്കാൻ പരിശോധനത്തിലും അതേമേ സ്വർഗീയ പിതാവേ, അല്പമായിട്ട് കഠിനമായിട്ട് സംസാരിക്കേണ്ടി വന്നെങ്കിലും കർത്താവ് രാജാക്കന്മാർക്ക് അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു ശ്രേഷ്ഠനായ മുഖ്യമന്ത്രിയെ കർത്താവ് തന്നല്ലോ. ദൈവിക പ്രകാരമുള്ള ഭരണം നടത്തുവാൻ തക്കവണ്ണം അനുഗ്രഹിതന്മാരെ മന്ത്രിമാരെയും കർത്താവ് അധികാരികളെ കൊടുക്കുമാറാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസഭയായിക്കൊണ്ട് ഞങ്ങൾ രാജ്യത്തെ അനുഗ്രഹിച്ചുകൊണ്ട്, അധികാരികളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ബഹുമാനപ്പെട്ട ബി.ഡി. സതീശനെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവഹിത പ്രകാരമുള്ള ഒരു ഭരണം നടത്തുവാൻ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികാരികൾക്കായി, പോലീസ് അധികാരികൾക്കായി, മന്ത്രിമാർക്കായി, ഭരണകൂടങ്ങന്മാർക്കായി, IAS ഓഫീസർമാർക്കായി, IPS ഓഫീസർമാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ രാജ്യത്തോട് നടക്കട്ടെ. സർവത്തിനും ഇതൊരു ദൈവമുണ്ടെന്നറിയുവാൻ, ഉന്നതന് മേലെ അത്യുന്നതം ജാഗരിക്കുന്നറിയുവാൻ ഇവരെ കർത്താവ് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.